ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോകത്തെ മൂന്നാമത് വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വരും വർഷങ്ങളിൽ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപൂർവ രോഗ പരിചരണത്തിനായുള്ള കെയർ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി വാട്ടർ ബെൽ സംവിധാനവുമായി വിദ്യാഭ്യാസ വകുപ്പ്. വയനാട് കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ജീവനക്കാരൻ മരിച്ചു. ജില്ലയിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾ. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 445 റൺസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റെന്ന നേട്ടം സ്വന്തമാക്കി ആർ അശ്വിൻ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC-യെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകത്തെ മൂന്നാമത് വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വരും വർഷങ്ങളിൽ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഹരിയാനയിലെ രേവാഡിയിൽ 9,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. രേവാഡി എയിംസിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് 10 എയിംസുകളും 300 മെഡിക്കൽ കോളേജുകളും അനുവദിച്ചത് സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവ രോഗ പരിചരണത്തിനായുള്ള കെയർ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 42 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 37 ഐസൊലേഷൻ വാർഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അപൂർവ രോഗ പരിചരണത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പുതിയ സമഗ്ര പദ്ധതിയാണ് കെയർ. അപൂർവ രോഗ ചികിത്സാ രംഗത്തെ കേരളത്തിന്റെ നിർണായക ചുവടുവയ്പ്പാണിത്. നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് സംസ്ഥാനത്ത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാകുന്നത്. കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റ് പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യ മേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കുന്നത്. വിവിധ ഗാർഹിക പരിചരണങ്ങൾ ഒരു കുടക്കീഴിൽ നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ K4 കെയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് തിരുവല്ലയിൽ നിർവഹിച്ചു. രോഗീ പരിചരണം, ഭിന്നശേഷി പരിചരണം, പ്രസവ ശുശ്രൂഷ തുടങ്ങി വിവിധ സേവനങ്ങളാകും ഇതിലൂടെ ലഭ്യമാക്കുക. ആദ്യഘട്ടത്തിൽ 500 വനിതകൾക്ക് പരിശീലനം നൽകും. ഇവർ K4 കെയർ എക്സിക്യൂട്ടീവുകൾ എന്ന പേരിൽ ഏപ്രിൽ 15-നകം പ്രവർത്തന സജ്ജമാകും. സേവനം ആവശ്യമുള്ളവർക്ക് വിളിക്കാനുള്ള കോൾ സെന്റർ സംവിധാനവും ഉടൻ തയ്യാറാകും. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ വാട്ടർ ബെൽ സംവിധാനവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ വെള്ളം കുടിക്കാനായി രാവിലെ 10:30-നും ഉച്ചയ്ക്ക് 2 മണിക്കും പ്രത്യേകം വാട്ടർ ബെൽ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. തുടർന്ന് വെള്ളം കുടിക്കുന്നതിന് 5 മിനിറ്റ് ഇടവേള നൽകും. ഈ സമയത്ത് കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം. വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരാത്ത കുട്ടികൾക്ക് അധികൃതർ വെള്ളം ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ശരീരത്തിൽ കൂടുതൽ സമയം സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. പരമാവധി ശുദ്ധജലം കുടിക്കാനും ജനങ്ങൾ ശ്രദ്ധിക്കണം. സ്കൂളുകളിൽ അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ വേണ്ടതാണ്. നിർമ്മാണ തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ തുടങ്ങി കാഠിന്യമുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. കണ്ണൂർ ജില്ലയിൽ ഇന്നും നാളെയും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോട്ടയത്ത് താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. വിചാരണ കോടതികളെ കീഴ്ക്കോടതികൾ എന്ന സംബോധന പാടില്ലെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്. വിചാരണ കോടതി രേഖകളെ കീഴ്ക്കോടതി രേഖകളെന്ന സംബോധനയും കോടതി വിലക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2ാംഘട്ട പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് പൂന്തുറ, പാച്ചല്ലൂർ എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലും കോഴിക്കോട് ഇരഞ്ഞിക്കൽ, അരീക്കോട് എന്നിവിടങ്ങളിലും ഇന്ന് പര്യടനം നടന്നു. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 4 മുതൽ 25 വരെ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു.
SSLC മോഡൽ പരീക്ഷ ഈ മാസം 19 മുതൽ 23 വരെ നടക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ അടുത്ത മാസം 1 മുതൽ 26 വരെ നടക്കും. വയനാട് കാട്ടാനയുടെ ആക്രമണത്തിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വനം വകുപ്പ് ജീവനക്കാരൻ മരിച്ചു. കുറുവ ദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനായ പുൽപ്പള്ളി വെള്ളച്ചാലിൽ പോൾ ആണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ചെറിയമല കവലയിൽ വച്ച് ഇദ്ദേഹത്തെ കാട്ടാന ആക്രമിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ ജോലിക്കായി പോകുന്ന വഴി കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ വയനാട്ടിൽ LDFും UDFും BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. CMRL എക്സാലോജിക് പണമിടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. കരിമണൽ കമ്പനിയായ CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് സേവനങ്ങൾ നൽകാതെ വലിയ തുക കൈമാറിയെന്ന പരാതിയിലാണ് SFIO അന്വേഷണം നടത്തുന്നത്. രാജ്കോട്ടിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എന്ന നിലയിൽ. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ഇന്ന് 445 റൺസിന് അവസാനിച്ചിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഓപ്പണർ സാക് ക്രൌളിയെ പുറത്താക്കിയ ഇന്ത്യൻ സ്പിന്നർ അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കി. അനിൽ കുംബ്ലെയാണ് ഈ നേട്ടം മുൻപ് കൈവരിച്ച ഏക ഇന്ത്യൻ താരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC-യെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ 3ാമത് വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വരും വർഷങ്ങളിൽ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപൂർവ രോഗ പരിചരണത്തിനായുള്ള കെയർ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി വാട്ടർ ബെൽ സംവിധാനവുമായി വിദ്യാഭ്യാസ വകുപ്പ്. വയനാട് കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ജീവനക്കാരൻ മരിച്ചു. ജില്ലയിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾ. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റ് 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 445 റൺസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കി അശ്വിൻ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC-യെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.